CMRL എക്സാലോജിക് ഇടപാടിൽ CPI കൊല്ലം ജില്ലാ നേതൃത്വത്തിൽ രൂക്ഷ വിമർശനം. ടി വീണയുടെ അക്കൗണ്ടിലേക്ക് ഇടതു സർക്കാരിന്റെ കാലത്ത് പണം വരാൻ പാടില്ലായിരുന്നുവെന്ന വിമർശനം. പണം വന്നെങ്കിൽ അത് അഴിമതി തന്നെയാണ് എന്നാണ് ജില്ലാ ഘടകത്തിൽ ഉണ്ടായ വിമർശനം. ചാത്തന്നൂരിൽ CPIയും BJP ഡീൽ ഉണ്ടായെന്നും CPI അംഗങ്ങൾ ആരോപിക്കുകയാണ്. ഷമീർ അബ്ദുൾ ചേരുന്നു. ഷമീർ, ഗുരുതരമായ ചില വിമർശനങ്ങൾ തന്നെയാണ് അവിടെ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. അത് ഇടതു സർക്കാരിന്റെ കാലത്ത് വീണയുടെ അക്കൗണ്ടിലേക്ക് പണം എത്താൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു ഉൾപ്പാട്ടി വിമർശനമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അത് ഗൗരവതരമായി തന്നെ പാർട്ടി അണികൾക്കിടയിൽ ഇത്തരം ചർച്ചകൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്? വിശദാംശങ്ങൾ. ഷാമിലി, കഴിഞ്ഞ 3 ദിവസമായി നടക്കുന്ന CPIയുടെ ജില്ലാ കൗൺസിലാണ് ഇന്നലെ ആ യോഗം സമാപിക്കുകയും ചെയ്തു. ജില്ലാ കൗൺസിലാണ് വലിയ വിമർശനം മുൻ മുഖ്യമന്ത്രിയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ മകൾക്കെതിരെ ഉണ്ടായത്. ഈ CMR എക്സാലോജിക്കിൽ നിന്ന് ആ പണം വന്നത് 2.72 കോടി രൂപ വന്നത് ഇടത് സർക്കാർ ഭരിക്കുന്ന കാലത്താണ്. അത് വന്നെങ്കിൽ അത് അഴിമതി തന്നെയാണ്. അങ്ങനെ ഒരു പണം കരിമണൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വന്നെങ്കിൽ അത് അഴിമതി തന്നെയാണ്. അങ്ങനെ അഴിമതി നടത്തിയവരെ സംരക്ഷിക്കേണ്ട ബാധ്യത CPIക്ക് ഇല്ല എന്നാണ് പറയുന്നത്. എന്തായാലും നവകേരള ബസ്സുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ കൂടി ആ യോഗത്തിൽ വന്നു. നവകേരള ബസ്സിന് റിവേഴ്സ് എടുക്കാൻ വേണ്ടി ഒരു മതിൽ പൊളിച്ചു കളയേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതൊന്നും തന്നെ ഇടതുപക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഒപ്പം തന്നെ ചാത്തന്നൂരിലടക്കം നടന്ന പരാജയം അത് വലിയ നാണക്കേട് പാർട്ടിക്കുണ്ടാക്കി. അവിടെ BJP വിജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കി. 3 ടേമിൽ അവിടെ CPI വിജയിച്ചു വന്നൊരു സ്ഥലമാണ്. അവിടുത്തെ മുൻ MLA കൂടിയായിരുന്ന GS ജയലാൽ കാര്യമായി പ്രവർത്തിച്ചില്ല. ഒപ്പം തന്നെ CPM BJPയുമായി ഡീലുണ്ടാക്കി തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചത്. എന്തായാലും യോഗത്തിൽ വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. ബിനോയ് വിശ്വം പറഞ്ഞത് പാർട്ടിയെയും സെക്രട്ടേറിയറ്റിനെ വിമർശിക്കുന്നതിനൊപ്പം തന്നെ പാർട്ടി ചെയ്ത നല്ല കാര്യങ്ങൾ തുറന്നു പറയാൻ കൂടി അംഗങ്ങൾ തയ്യാറാകണം തുടങ്ങിയ കാര്യങ്ങൾ ബിനോയ് വിശ്വം യോഗത്തിൽ പറഞ്ഞു. അങ്ങനെ പ്രക്ഷുബ്ധകരമായ രീതിയിൽ നേതാക്കൾ തമ്മിൽ വാഗ്വാദങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. ഒരു വേള മുല്ലക്കർ രത്നാകരൻ BJPയിലേക്ക് പോകുമെന്ന തരത്തിൽ ഒരു അംഗം പ്രസ്താവന നടത്തി. ഒടുവിൽ ആ അംഗത്തിന് ആ പ്രസ്താവന പിൻവലിക്കേണ്ടി വരുന്ന സാഹചര്യം വരെ ഈ ജില്ലാ കൗൺസിൽ ഉടലെടുത്തിട്ടുണ്ട്. ഷാമിലി, ശരി. എന്തായാലും ഇടത് സർക്കാരിൻ്റെ കാലത്ത് വീണ ടിയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടെങ്കിൽ അത് അഴിമതി എന്നാണ് നിലവിൽ CPI വിമർശിക്കുന്നത്. അത് കൊല്ലം ജില്ലാ ഘടകത്തിൽ ഉണ്ടായിരിക്കുകയാണ് ഈ വിമർശനം. മറ്റൊന്ന്, ചാത്തന്നൂരിൽ CPIയും BJP ഡീൽ ഉണ്ടായെന്നുമാണ് CPI അംഗങ്ങൾ ആരോപിക്കുന്നത്. ഷമീർ അബ്ദുള്ളാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.